രക്തദാനം മഹാദാനം തന്നെയാണ്. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത്, രക്തദാനം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പിന്, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ സംഭവിക്കാം, ഡൊണേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ പ്രയോജനം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കും എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും മിനിമം 2 തവണയെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബ്ലഡ് ഡൊണേഷനിലൂടെ നമ്മളൊരാളുടെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ ജീവനും കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ആരോഗ്യം ബ്ലഡ് ഡൊണേഷനിലൂടെ ലഭിക്കും എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് ഡൊണേഷനെ പറ്റിയും ബ്ലഡ് ഡൊണേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മൾ ഡോണറിന് മാത്രമല്ല അക്സെപ്റ്ററിന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.